CP സുഗതൻ നാളെ നിങ്ങളും മരണപ്പെട്ടേക്കാം. ആ സമയം കേരളത്തിലെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പേപ്പട്ടി ചത്തു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് നിക്ഷേപിക്കുകയില്ല. കാരണം അതവരുടെ മാന്യതയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കഠിനമായിട്ടുള്ള പ്രയോഗത്തിന് തയ്യാറായി എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ളവന്മാർക്ക് ഇത്തരത്തിലുള്ള കഠിന പദങ്ങൾ കൊണ്ട് തന്നെ മറുപടി നൽകേണ്ടതുണ്ട്. കാരണം എന്താണ് ഈ CP സുഗതൻ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നുള്ളത്? സഖാവ് പിണറായി വിജയനെ പറ്റിയ ഒരു കയ്യബദ്ധമാണ് CP സുഗതൻ. നവോത്ഥാന മതിലിലൂടെ കടന്നു വന്ന് ജനങ്ങൾക്കിടയിലേക്ക് എന്തും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഇത്തരത്തിലുള്ളവന്മാർക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതായത് ഇയാള് ന്യൂസിലാൻഡിൽ 49 പേർ കൊല്ലപ്പെട്ട സമയത്ത് 49 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട സമയത്ത് ഇയാൾ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറയുകയാണ്, പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന്. 49 പേർ എന്ത് തെറ്റാണ് ഈ ലോകത്തോട് ചെയ്തത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാൻ സാധിക്കാത്തപ്പോൾ അയാളുടെ പോസ്റ്റും പിൻവലിച്ച് തടിതപ്പുകയാണ് ഉണ്ടായത്. മാണി ഇന്നലെ വൈകിട്ട് മരണപ്പെട്ടപ്പോൾ അതായത് കേരള നിയമസഭയിൽ ഒരിക്കലും ഒരാൾക്കും തകർക്കാൻ പറ്റാത്തിടത്തോളം വരുന്ന ചരിത്രങ്ങൾ കുറിച്ച ഒരു നേതാവാണ് മാണി. രാഷ്ട്രീയപരമായിട്ട് ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ പലർക്കും അദ്ദേഹത്തിന് മേലിൽ കാണാം. പക്ഷെ അദ്ദേഹം മരണപ്പെടുമ്പോൾ ആ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളും ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളും പകയും വിദ്വേഷങ്ങളും ഒക്കെ മറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് കരുതുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകർ. കാരണം അത് കരുതിയതിനു ശേഷം അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നവരാണ് യഥാർത്ഥ ജനസേവകർ എന്ന് വേണം വിലയിരുത്താൻ. പക്ഷേ നിങ്ങളെപ്പോലെയുള്ളവരുണ്ടല്ലോ, അതായത് മരണത്തിൽ പോലും രാഷ്ട്രീയ ലാഭവും സ്വതാല്പര്യവും മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളെപ്പോലെയുള്ള കൃമികളുണ്ടല്ലോ, അവർ ഈ നാടിന് ആപത്താണ്. അവർ ഈ നാടിന് ആവശ്യമില്ല. അത്തരക്കാരെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന സമയം അടുത്തു തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് വിശേഷിപ്പിക്കാനുള്ളത്. ഒരാൾ മരണപ്പെടുമ്പോൾ അയാളുടെ കുടുംബത്തിനുണ്ടാകുന്ന ഒരു വേദനയുണ്ട്, അയാളുടെ നാട്ടുകാർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയുടെ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് തനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് താൻ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് കരുതുന്ന CP സുഗതനെ പോലെയുള്ള കീടങ്ങളെ നാട്ടുകാരും ജനങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള മറുപടി ജനങ്ങൾ നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള കൃമികൾ വീണ്ടും കടന്നു വന്നേക്കാം. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറിയിരിക്കും. സഖാവ് പിണറായി വിജയനെ പറ്റിയ ഒരു കയ്യബദ്ധമാണ് CP സുഗതൻ. നവോത്ഥാന മതിലിലൂടെ കടന്നു വന്ന് എന്തും തനിക്ക് ഈ നാടിനോടും ഈ രാജ്യത്തോടും വിളിച്ചു പറയാമെന്നുള്ള ഒരു മോഹം ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ആ അതിമോഹത്തെ പൂട്ടിടാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നാളുകളിൽ ഇതിനേക്കാളും വലിയ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നേക്കാം. അതുകൊണ്ട് ഈ CP സുഗതന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥകളും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളും തയ്യാറായില്ലെങ്കിൽ നാളെ അപകടമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.